ലോക സിനിമയ്ക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെന്താ പോവാത്തത് ഇതുവരെ? പോവാൻ നമുക്ക് ടിക്കറ്റ് കിട്ടിയില്ലല്ലോ. ടിക്കറ്റ് കിട്ടിയില്ലാണോ? അപ്പൊ നീയൊക്കെ എന്തോ ആലോചിച്ച് നിൽക്കുക. നമ്മൾ ഇന്ന് വൈകുന്നേരം സിനിമയ്ക്ക് പോകണമെന്ന് പറഞ്ഞാലേ പിന്നെ നിനക്കൊക്കെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് വെച്ചൂടേനോ? ഇനി ആരും ടിക്കറ്റ് ബുക്ക് ചെയ്തോ? അതിന് നിങ്ങളാരും എന്നോട് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറഞ്ഞില്ലല്ലോ. അപ്പൊ ഹോപ്പേട്ടൻ ഞങ്ങളോട് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറഞ്ഞിട്ടില്ലല്ലോ. അതിന് നീ എന്തിനാണ് ചൂടാവണത്? ഹോപ്പേട്ടൻ ഞങ്ങളോട് ചൂടായിട്ട് എന്നിട്ട് ഇപ്പൊ സിനിമയ്ക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റില്ല നിങ്ങൾ പറയുന്നത്? പിന്നെ ഞങ്ങൾ വേറെ വല്ല പറഞ്ഞോണ്ട് ഞങ്ങൾ നോക്കിയപ്പോഴത്തേക്ക് ടിക്കറ്റ് മൊത്തം ഫുള്ളാ. ഓ ഇതാ പറയണ കുറച്ച് നേരത്തെ ടിക്കറ്റ് ഒക്കെ നോക്കണമെന്ന്. ഞാൻ നേരത്തെ തന്നെ നോക്കിയുണ്ട്. പക്ഷെ ഞാൻ നോക്കിയപ്പോഴേക്ക് ടിക്കറ്റ് ഒക്കെ ഫുള്ളായിരുന്നു. ആൾക്കാർ ഇതുവരെ സിനിമ കാണാത്ത പോലെയാണ്. ഒരു ലോക ഇറങ്ങിയപ്പോ ഒരു ടിക്കറ്റും കൂടി കിട്ടാനില്ല. അല്ല എന്നിട്ടിപ്പോ നമ്മുടെ ലോക കാണാൻ പറ്റില്ല വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക. വേറെ സിനിമയ്ക്ക് പോയിക്കൂടെ? അതിന് ജൂണായിട്ട് ലോക അല്ലാതെ വേറെ സിനിമയ്ക്കൊന്നും ഇല്ലാന്ന് പറഞ്ഞ ഒറ്റക്കാലിൽ വാശി പിടിച്ചിരിക്കല്ലേ? ഒറ്റക്കാലിലൊന്നല്ല, അവ രണ്ടു കാലത്ത് തന്നെയാണ് വാശി പിടിച്ചിരിക്കുന്നത്. സുഖേട്ടാ അനാവശ്യ നേരങ്ങളിൽ ഇങ്ങനെ ആവശ്യമില്ലാത്ത ചളികൾ പറയരുത് കേട്ടോ. അല്ല എടച്ചൂടെ നീ തെറ്റിരിക്കുക എന്തെങ്കിലും പറയണോ? ഓ ഞങ്ങൾ കുറെ നേരമായി ട്രൈ ചെയ്യണം, അവനൊന്നും ഇതുവരെയായിട്ട് പറയണില്ല. അപ്പൊ ജൂണായിട്ട് പിന്നെ അങ്ങനെ ഇരിക്കാതിരിക്കോ? കുറെ ദിവസമായി ജൂണായിട്ട് ലോക കാണണം എന്ന് പറയണം. അപ്പോഴൊക്കെ നമ്മൾ ജൂണായിട്ടിന്റെ ബർത്ത്ഡേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞ് ഇരിക്കിയതല്ലേ. ഇപ്പൊ ബർത്ത്ഡേ ദിവസം നമ്മൾ ഇങ്ങനെ കൈമലത്തെ ജൂണായിട്ടിന് എന്താ ചെയ്യാ? പാവം ജൂണായിട്ടൻ ഇരിക്കുന്ന കണ്ടില്ല വണ്ടി പോയ അണ്ണാനെ പോലെ. വണ്ടി പോയെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും കൊണ്ടു കൊടുക്കേനു. പക്ഷെ ഇതിപ്പോ ബർത്ത്ഡേ ദിവസം അല്ലെങ്കിൽ പോയി പോകാൻ പോണത്. ഇനി എങ്ങനെ ജൂണായിട്ട് നീ ബർത്ത്ഡേ ദിവസം ആ സിനിമ കാണും? ജൂണേ നീ വിഷമിക്കല്ലേ, ലോക നമുക്ക് പിന്നെയും കാണാം. ഇന്ന് നിന്റെ ബർത്ത്ഡേ ദിവസം നീ സങ്കടപ്പെടല്ലേ. ചിന്റെ അടുത്ത് പാടാറില്ലെങ്കിൽ മിണ്ടാതെന്നൂടെ. അത് എന്റെ ചെവിയിൽ വന്ന് പറഞ്ഞ ജൂണിന് പാടി കൊടുക്ക്. എന്റെ സൗമ്യമായ സ്വരത്തിൽ നീ കുറ്റം പറഞ്ഞാണല്ലോ, നിന്നെ ഞാൻ അടിച്ചു പരത്തും. നമുക്കൊരു കാര്യം ചെയ്യാം, എന്തായാലും ഇപ്പൊ സിനിമ നടക്കൂല. അപ്പൊ നമുക്ക് കുറച്ച് പാട്ട് പാടെങ്കിൽ ആശ്വസിക്കാം. നമുക്കൊരു കാര്യമൊക്കെ നടത്തവിടെ. ഇന്ന് ജൂണേട്ടന്റെ ബർത്ത്ഡേ, ജൂണേട്ടന്റെ ബർത്ത്ഡേ. ഇന്ന് ബർത്ത്ഡേ ആണ്, അതിന് ബർത്ത്ഡേ ആക്കാൻ നോക്കല്ലേ രണ്ടാളും കൂടി നോക്കിയിട്ട്. നല്ല പാട്ടെല്ലാം പാടെല്ലാരും. ജൂണേട്ടൻ പറ, ജൂണേട്ടൻ ഇന്ന് ബർത്ത്ഡേ ആയിട്ട് ഏത് പാട്ടാ കേൾക്കാൻ ഇഷ്ടം? ഞങ്ങൾ പാടിത്തരാം. എനിക്കൊന്നും കേൾക്കാൻ ഇഷ്ടമല്ലെങ്കിലോ? പക്ഷെ അങ്ങനെ നീ പറയാൻ പാടില്ല ജൂണേ. അതന്നെ ഞങ്ങൾക്ക് സങ്കടമായി പോയി. നിങ്ങൾ പാടണ്ട, ഞാൻ പാടിക്കൊണ്ടെന്നായി ഉദ്ദേശിച്ചത്. അതാണ് ജൂൺ ഷോ. എന്റെ ഐഡിയ നടന്നു. അപ്പൊ ജൂണേട്ടൻ ഞാൻ പാട്ടിടാൻ പോണേ. ഏത് പാട്ടാടാ ജൂണ് നിങ്ങൾ പാടാൻ പോണേ? അതെപ്പോഴാണ് ഞാൻ നിന്റെ പാടുന്ന പറഞ്ഞേ? അതൊക്കെ അങ്ങനെയല്ലേ ജൂണേട്ടാ. പിന്നെ നിങ്ങൾ നോക്കിക്കണേ, വേഗം പാടിക്കോ. എന്നാ ഞാനോട്ട് നിങ്ങളെ പാട്ടില്ലേ ഇന്ന് നമുക്ക് ആർമാദിച്ച് എൻജോയ് ചെയ്യാം. റമ്മെടുത്തതിൽ കൈക്കൊഴിച്ചിട്ട് വലിച്ചു കേട്ട ജൂണേട്ട. മുട്ടപ്പത്തിരി മട്ടൻ ചാറിയിൽ കുഴച്ച് തിന്നണ്ട ജൂണേട്ട. നാട്ടിലുള്ളൊരു ഓട്ടോക്കാരന് ലോട്ടോ കിട്ടിന്റെ ജൂണേട്ട. ലോട്ടോ കിട്ടിയപ്പോ നോട്ട് കൊണ്ടവൻ കോട്ടു തുന്നണ്ട ജൂണേട്ട. ഹേ ആൽബിന്റെ മണ്ടയിൽ പണ്ടേ ഞാൻ സൈക്കിള് കൊണ്ട് ചുറ്റിയവനാ. 3 നേരം ലൈസൻസ് എടുക്കാൻ എല്ലാം മുറിയെ പണിഞ്ഞവനാ. പണ്ടേ നീ ഒരു ജൂണല്ലേ, കയ്യിലിരിപ്പ് കെണിയല്ലേ. ഉച്ചയിൽ നമ്മുടെ ശുക്രൻ ഉദിച്ചതറിഞ്ഞില്ലേടാ. മത്തസായി രം പമ്പോ, മത്തസായി രം പമ്പോ, മത്തസായി രം പമ്പോ, മത്തസായി രം പമ്പോ. പേടകമൊന്നെടുത്ത് നമുക്കൊന്ന് ചന്ദ്രനിൽ പോയി ഇറങ്ങാം. ചന്ദ്രനിൽ ചെന്നിറങ്ങി ലൈസൻസ് ഇല്ലാതെ പറന്നു നിൽക്കാം. ചന്ദ്രനിൽ ലൈസൻസ് കിട്ടില്ലടാ. ലൈസൻസ് കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇനിയും സൈക്കിളിൽ ലോകം ചുറ്റും. ഹൈവിന്റെ രണ്ട് കാറിൽ ബിരിയാണി കഴിച്ച് കറങ്ങിയിടാം. സൗത്ത് കൊറിയയുടെ നൈറ്റ് ക്ലബിൽ ഡിന്നറിനായി പറന്നിടാം. ന്യൂസ് കൊടുക്കണ മീഡിയക്കാരിക്ക് റൂമറുമായി കാലത്തെ ഹൈവിന് തിരിച്ചു വന്നിട്ട് കട്ടൻ ചായ മോന്തി കുടിച്ചിടാം. മത്തസായി രം പമ്പോ, മത്തസായി രം പമ്പോ, മത്തസായി രം പമ്പോ, മത്തസായി രം പമ്പോ. എനിക്ക് ഇൻട്രസ്റ്റ് കൂടി. നെക്സ്റ്റ് പാട്ട് ഞങ്ങളെ വരാം. ഓ എനിക്ക് പാടി മതിയായിട്ടില്ല. എന്നാലും നിങ്ങൾ പാടിക്കാത്തോണ്ടേ വെള്ളം വെച്ച്. നല്ലത് പാടാൻ നിൽക്കണം. ഞാൻ പാടിക്കൊള്ളു. ഹോപ്പേട്ടൻ പാടിക്കൊള്ളാവും. ഞാൻ പാടിക്കൊള്ളാവുന്നോ? നീ പാടിയോളാവും ഏറ്റവും വലിയ കൊളാവ്. എന്ന് നമുക്ക് രണ്ടാക്കും കൂടി പാടാം. എന്ത് പറയുന്നു ഹോപ്പേട്ട? നിങ്ങളൊന്ന് പാടുന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ വീണ്ടും വന്ന് പാടും. അപ്പൊ തുടങ്ങല്ലേ? കൂകിക്ക് ഞാൻ കാണിച്ചു കൊടുക്കാം എന്റെ പാട്ടെന്താന്ന്. തുടക്കം തന്നെ കൈതരാകാതെ നേരെ പാട് ഹോപ്പേട്ട. കാക്കത്തി ഹൈബിലേക്കാവതി ജൂണിലും കായൽ വരമ്പിലേക്ക് കലഞ്ഞെങ്കിലും കണ്ണിൽ കാണാ കിന്നാരം, കിന്നാരം കാണാ കിന്നാരം. കല്ലിനി രാവിലെ കിന്നരിപ്പുള്ളിനും കാവരിപ്പാടത്ത്
കളിക്കല മിടുക്കി പെണ്ണേ തിരിച്ചിട്ടും മറിച്ചിട്ടും കുടിച്ചിട്ടും ഹരിച്ചിട്ടും കുടിപ്പിച്ച് കിടത്തല കുടുക്കപ്പെണ്ണേ കുടുക്കപ്പെണ്ണേ. അപ്പൊ ഇനി നെക്സ്റ്റ് ദി ഫൈനൽ സോങ് നമുക്കൊരു ബർത്ത്ഡേ പാട്ട് പാടാം നമ്മുടെ ജൂണിന് വേണ്ടി. സ്റ്റാർട്ട് ചെയ്താലോ? യെസ്. ഒരു സൽപുത്രൻ പിറന്നട പണ്ട് മഹാധ്യായം തുടക്കമായെന്ന് ഇത് വിക്കറ്റും മുഴങ്ങിടും പാട്ട് കൊടും സന്തോഷ പിറന്ന നാൾ